ഒക്കോനോമിയാക്കി എന്ന് പറഞ്ഞ ഒരു ജാപ്പനീസ് ഫുഡ്, ഒരു പാൻ കേക്ക് പോലത്തെ ഒരു ഫുഡാണ് ഉണ്ടാക്കാൻ പോകുകയാണ് നമ്മളിന്ന്. ഇതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് നമ്മളിന്ന് ഉപയോഗിക്കുന്നത് ഈ ഒരു കാച്ചിൽ പോലത്തെ ഒരു തരം കിഴങ്ങാണ്. നഗായിമോ എന്നാണ് ഇതിന് ജാപ്പനീസിൽ പറയുന്നത്. ഇത് മസ്റ്റൊന്നും അല്ല കേട്ടോ, പക്ഷേ ഇന്ന് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. തൊലിയൊക്കെ കളയുമ്പോൾ ഇത് വഴുതി പോകുന്ന ഒരു ടെക്സ്ചറാണ്. ഇതുപോലെ ഇരിക്കും അരച്ചെടുക്കുമ്പം. പിന്നെ നമുക്ക് കുറച്ച് ക്യാബേജും ഒണിയൻ കുറച്ച് സ്പ്രിങ് ഒണിയൻ വേണം. നമ്മളിത് മേടിച്ച് വെച്ചാലും വലിയ യൂസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഫ്രോസൺ ആയിട്ടുള്ളത് വാങ്ങി വെച്ചിട്ടുണ്ട്, അതാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് ജിഞ്ചർ പിക്കിളാണ്, ജാപ്പനീസ് പിക്കിളാണ്, അതും യൂസ് ചെയ്യുന്നുണ്ട്. മാവിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഓൾ പർപ്പസ് ഫ്ലോർ ആണ്. കുറച്ച് ഉപ്പും കുറച്ച് പഞ്ചസാരയും കുറച്ച് ബേക്കിംഗ് സോഡയും ഇട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്യും. അതിനുശേഷം ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്യും. ചെറിയ ലംസൊക്കെ ഉണ്ട്, പക്ഷേ അത് കുഴപ്പമില്ല. പിന്നെ നമ്മൾ നേരത്തെ അരച്ചു വെച്ച ആ ഒരു കിഴങ്ങിൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ, അതുകൂടി ഇതിൻ്റെ കൂടെ ഇട്ട് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര തിക്കായിട്ട് മാറി ഈ ഒരു മാവ്. അത്യാവശ്യം എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ പച്ചക്കറികൾ ഓരോന്നായിട്ട് നമുക്കിതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം. ലാസ്റ്റൊക്കെ ആയപ്പോൾ ഇതുകൊണ്ട് മിക്സ് ചെയ്യാൻ തന്നെ നല്ല പാടായിരുന്നു, നല്ല തിക്ക് മാവായിട്ട് വന്നു. അതുകൊണ്ട് കുറച്ച് പാടാണ് ഇത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അവസാനം പച്ചക്കറിയും കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഇത് മൊത്തത്തിൽ തിക്കായിട്ട് നമുക്ക് സ്പൂൺ കൊണ്ടൊന്നും എടുക്കാനൊന്നും പറ്റത്തില്ലാത്ത അത്രയും തിക്കായിട്ട് മാറി. അങ്ങനെ ഇതുപോലത്തെ ഒരു ടെക്സ്ചറിലുള്ളൊരു മാവാണ് ഒക്കോനോമിയാക്കീൻ്റെ മാവ്. ഈ കാണുന്നത് നമ്മുടെ ദോശക്കല്ല് തന്നെയാണ്. ഒക്കോനോമിയാക്കി പാനാണ്. ഞാനിത് ദോശ ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിച്ച പാനാണ്. നമ്മൾ ദോശക്കല്ലായിട്ട് ഉപയോഗിക്കുന്ന ഒക്കോനോമിയാക്കി പാൻ. വല്ലപ്പോഴും മാത്രമേ ഒക്കോനോമിയാക്കി ഇതിലുണ്ടാക്കാറുള്ളൂ. അപ്പോൾ ഇതിലേക്ക് മാവ് ഇതുപോലെ കോരി ഒഴിക്കാൻ ഇത്തിരി പാടാണ്. അങ്ങനെ കോരി ഒഴിക്കാൻ പറ്റില്ല, എടുത്തിങ്ങനെ വെച്ച് പരത്താനേ പറ്റത്തുള്ളൂ. അതിലേക്ക് നമ്മൾ സാധാരണ വെക്കുന്നത് പോർക്കിൻ്റെ സ്ലൈസസ് ആണ്. പക്ഷേ ഇന്ന് നമ്മളിപ്പോൾ ഇവിടെ വെക്കുന്നത് സീ ഫുഡാണ്. കുറച്ച് സ്ക്വിഡിൻ്റെ കഷ്ണങ്ങളും കുറച്ച് കൊഞ്ചും ഒക്കെയാണ് നമ്മളിന്ന് വെച്ചിരിക്കുന്നത്. കുറച്ച് നേരം അടച്ച് വെച്ചൊന്ന് വേവിച്ചിട്ട് തിരിച്ചിട്ട് വീണ്ടും വേവിക്കണം. 10 തൊട്ട് 15 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിലിട്ട് നമ്മൾ വേവിച്ചെടുത്തതാണിത്. നേരത്തെ ഉണ്ടാക്കിയ മാവ് കൊണ്ട് 3 എണ്ണമാണ് ഉണ്ടാക്കാൻ പറ്റിയത്. 3 ഒക്കോനോമിയാക്കി നമ്മൾ ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ ഏകദേശം പാകമായിട്ടുണ്ട്. നമ്മൾ പ്ലേറ്റിലേക്ക് വെച്ചിട്ട് ഇനി നമുക്കിതിലേക്ക് ഒക്കോനോമിയാക്കി സോസ് വാങ്ങാൻ കിട്ടും. അതിൻ്റെ മുകളിലേക്ക് കുറച്ചൊഴിച്ച് കുറച്ച് ഫിഷ് ഫ്ലേക്സും കൂടി ഇതിൻ്റെ മുകളിൽ തൂക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒക്കോനോമിയാക്കി റെഡിയാണ്. സംഭവം ഭയങ്കര ഈസിയാണ്. ആകെപ്പാടെ നമുക്കൊരു പാടുള്ള പരിപാടി ആ ഒരു കാച്ചിൽ പോലത്തെ കിഴങ്ങ് ഒന്ന് അരച്ചെടുക്കുന്ന പരിപാടിയാണ്. കൈയൊക്കെ നന്നായിട്ട് ചൊറിയും നമ്മൾ ചേമ്പൊക്കെ എടുക്കുന്ന പോലെ. അപ്പോൾ ഇത് നല്ലതായിട്ട് വന്നു, നല്ല ചൂടായിട്ട് ഇത് കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ.